സെക്ഷൻ 2A എന്ന ക്ലോസ് മുന്നിൽ നിർത്തി പ്രശ്നം പരിപൂർണമായി പരിഹരിക്കപ്പെട്ടെന്ന് ബിജെപി പറയുമ്പോൾ ശ്രീ ജോസഫ് ജൂഡ് അങ്ങനെ പരിപൂർണമായിട്ടും വിചാരിക്കുന്നുണ്ടോ? മുനമ്പം സമരം ഇത് ഇപ്പോഴും അവസാനിപ്പിച്ചിട്ടില്ല. സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതിന് പ്രശ്നപരിഹാരം ശാശ്വതമായിട്ടുണ്ടാകുന്നവരെ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ്. ഈ ബില്ലോടുകൂടി ഈ പ്രശ്ന പരിഹാരം ഉണ്ടായെങ്കിൽ, അത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ആ സമരം അവസാനിപ്പിക്കാമല്ലോ. എങ്ങനെയാണ് സമരസമിതിയും കത്തോലിക്ക സഭയും കാണുന്നത്? ഈ വഖഫ് നിയമത്തിലെ ഈ പുതിയ കൂട്ടിച്ചേർക്കൽ, ഭേദഗതി അല്ല, വാസ്തവത്തിൽ ഒരു കൂട്ടിച്ചേർക്കലാണ്. സെക്ഷൻ 2 എന്ന് പറയുന്നത് ആപ്ലിക്കബിലിറ്റി ഓഫ് ദ ആക്ട് എന്ന് പറയുന്ന സെക്ഷനിൽ രണ്ടാം ഭാഗമായിട്ട് കൂട്ടിച്ചേർത്തിരിക്കുന്നു. അത് വാസ്തവത്തിൽ മുനമ്പം നിവാസികളുടെ ആവശ്യത്തിന് പുറത്തല്ല. ദാവൂദി ബോറ എന്ന് പറയുന്ന ഒരു മുസ്ലിം വിഭാഗത്തിൻ്റെ ആവശ്യമാണ്. അത് ആവശ്യം ഉയർത്തിയത് JPCയുടെ മുൻപിലാണ്, സംയുക്ത പാർലമെൻ്ററി കമ്മിറ്റിയുടെ മുൻപിൽ. അവർ ഒരു നിർദ്ദേശമായിട്ട് മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശം ഗവൺമെൻറ് ബില്ലിൻ്റെ ഭാഗമായിട്ട് അവതരിപ്പിച്ചു. അങ്ങനെ 2A എന്ന് പറയുന്ന സെക്ഷൻ കൂട്ടിച്ചേർത്തു. ആ സെക്ഷൻ കൂട്ടിച്ചേർക്കുക വഴി മുനമ്പം ഭൂമി പ്രശ്നം പരിഹരിക്കാനുള്ള വഴി തുറന്നിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം അത് ഒരു മുസ്ലിം രാജ്യത്തെ നിയമം അനുസരിച്ച് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ട്രസ്റ്റിനോ അല്ലെങ്കിൽ പബ്ലിക് ചാരിറ്റീസ്, നമ്മൾ പറയുന്ന സൊസൈറ്റീസ്, അതിനെ ഈ വഖഫ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നു. അതാണ് സെക്ഷൻ 2A എന്ന് പറയുന്നത്. അതിൽ വാസ്തവത്തിൽ ഏത് കോടതിയുടെയോ ഉത്തരവോ ഡിക്രിയോ ഓർഡറോ ബാധകമല്ല എന്നും ആ സെക്ഷൻ 2Aയിൽ പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വഖഫ് ഭൂമിയുടെ ഉടമസ്ഥൻ എന്ന നിലയിൽ ഫറൂഖ് കോളേജ് ഒരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റ് ഈ വഖഫ് നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു. അതുവഴി ഈ ഫറൂഖ് കോളേജിൽ നൽകപ്പെട്ടിട്ടുള്ള എല്ലാ സ്വത്തുവകകളും വഖഫിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നാണ് വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം. പിന്നെ അത് പ്രാക്ടിക്കലി ഇത് മുനമ്പം നിവാസികൾക്ക് അതിൻ്റെ ആനുകൂല്യം, ഈ സെക്ഷൻ 2A ആനുകൂല്യം ലഭിക്കണമെങ്കിൽ ഒരുപക്ഷെ നമുക്ക് കോടതിയെ സമീപിക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും നടപടിക്രമങ്ങളിലൂടെ നമുക്ക് പോവേണ്ടി വരും. അതിന് ഉണ്ടാകുന്ന ഒരു കാലതാമസവും നമുക്ക് പരിഗണിക്കണം. അത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മുനമ്പം പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി BJP ഒരു ചുവട് മുന്നോട്ട് വച്ചു. ആ ചുവട് പ്രശ്ന പരിഹാരത്തിന് സാധ്യത നൽകുന്നു എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ കത്തോലിക്ക സഭയോ ക്രൈസ്തവ സഭയോ അവരുടെ രാഷ്ട്രീയ നയത്തിൽ മാറ്റങ്ങളുണ്ടാകും, അത് ലോങ് ടേമിൽ BJPക്ക് ഗുണകരമാവും എന്ന് കരുതാൻ യാതൊരു കാരണവുമില്ല. എപ്പോഴും അങ്ങനെയാണ്. ഒരു പൊളിറ്റിക്സിൽ ഒരു നീക്കം നടത്തുമ്പോഴേക്കും അതിനോട് യോജിക്കുന്ന കുറേ പേരുണ്ടാവാം, വിയോജിക്കുന്ന കുറേ പേരുണ്ടാവും. പക്ഷേ ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല ഈ ചുവടുവയ്പിലൂടെ അത് BJPയുടെ അടിത്തറ കേരളത്തിൽ വ്യാപകമാക്കാൻ സഹായിക്കും എന്നത് വളരെ എന്ന വാദത്തോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നതാണ് എന്റെ നിഗമനം. ശ്രീ ജോസഫ് ജൂഡ്, ആ നിലപാട് കത്തോലിക്ക സഭ വ്യക്തമാക്കുന്നുണ്ട്. ഞങ്ങളിതൊരു രാഷ്ട്രീയ നിലപാടല്ല എടുക്കുന്നത് എന്നുള്ളത്. പക്ഷേ ഈ സമരസമിതിയിൽ BJPയിലേക്ക് ചേർന്നത് ഒറ്റയടിക്കാണ് 50 പേർ ചേർന്ന കാഴ്ച കണ്ടത്. ഇനി ഈ ബുധനാഴ്ച നടക്കുന്ന വലിയ സമ്മേളനം കേന്ദ്രമന്ത്രി കിരൺ റിജിജു തന്നെ വരുമ്പോൾ ഒരുപക്ഷെ ഇതിനപ്പുറമാകാം ആ ഒരു കാഴ്ച. സഭ ഒന്ന് പറയുകയും അതിനപ്പുറത്തേക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെടില്ലേ? അല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. കാരണം മുനമ്പത്തെ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ആളുകൾ കത്തോലിക്ക സഭയുടെ പൂർണ്ണമായ നിയന്ത്രണത്തിലുള്ള, അവിടെ കത്തോലിക്കരുണ്ട്, മറ്റ് ജാതിയിൽപ്പെട്ട മറ്റ് സമുദായങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെയുള്ളൊരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. അവരുടെ ഒരു കോസിന് വേണ്ടി അവർ സമരം ചെയ്തു. അവരുടെ മേൽ പൂർണ്ണമായ നിയന്ത്രണമോ അതൊന്നും കത്തോലിക്ക സഭയ്ക്കില്ല. അവരുടേതായ രാഷ്ട്രീയ നിലപാട്, അവരുടെ അനുഭവത്തിൽ നിന്ന് ഒരു രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് കത്തോലിക്ക സഭയുടെ മുഴുവൻ നിലപാടായിട്ട് കരുതാൻ പറ്റില്ല. ആ പ്രാദേശിക സാഹചര്യത്തിൽ, ആ പ്രാദേശികമായ സമ്മർദ്ദത്തിന് പുറത്ത്, പ്രാദേശികമായ ഒരു നേട്ടത്തിൻ്റെ പുറകിൽ അവിടുത്തെ ആളുകൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയോട് പക്ഷം ചേരുന്നു എന്നുള്ളത് കൊണ്ട് അത് മുഴുവൻ കത്തോലിക്ക സഭയുടെ നയവ്യതിയാനമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നതാണ് എൻ്റെ കണക്കുകൂട്ടൽ. അതായത് ഒറ്റ കാര്യം കൂടെ അതൊന്ന് ക്ലിയർ ആക്കാനാണ്. ഇന്നലെ മാർ ജോസഫ് പാംബ്ലാനി പറയുന്നത് ഈ അവകാശ പോരാട്ടങ്ങൾ അവഗണിക്കുമ്പോഴാണ് രാഷ്ട്രീയ പാർട്ടികൾ വേണമെന്ന് തോന്നുന്നത്. സഭ രാഷ്ട്രീയത്തിൽ നിന്ന് അകലെ നിൽക്കുകയാണെന്നല്ല, അടുത്തേക്ക് വരികയാണെന്നുള്ളൊരു സൂചന കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട വൈദികർ തന്നെ നൽകിയൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണല്ലോ മുനമ്പം ചോദ്യമാകുന്നത്. രണ്ടഭിപ്രായമുണ്ടോ സഭയ്ക്കകത്ത് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അത്
തലശ്ശേരിയിൽ നടന്ന സമരത്തിൽ വാസ്തവത്തിൽ പാമ്പ്ളാരി പിതാവ് അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം നടത്തിയതിന്റെ പശ്ചാത്തലം വേറെ പല കാര്യങ്ങളുമുണ്ട്. മുനമ്പം വിഷയം മാത്രമല്ല. കാരണം പ്രത്യേകിച്ച് JV കോശി കമ്മീഷന്റെ റിപ്പോർട്ടുകൾ അത് പരസ്യമാക്കപ്പെട്ടിട്ടില്ല. നമുക്കറിയാം 284 ശുപാർശകൾ JV കോശി കമ്മീഷൻ ഗവൺമെന്റ് സമർപ്പിച്ചു. അതിലെ 284 ശുപാർശകൾ വിവിധ 34 ഡിപ്പാർട്ട്മെന്റിന് അഭിപ്രായം നൽകി. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇതുവരെ അത് മന്ത്രിമാർ പലപ്പോഴും നിയമസഭയിൽ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അബ്ദുൾ റഹ്മാൻ അതിന് ചുമതലയുള്ള മന്ത്രി പറഞ്ഞു 174 ശുപാർശകൾ നടപ്പിലാക്കി എന്ന് പറഞ്ഞു. തൊട്ടടുത്ത് ശ്രീ T സിദ്ദിഖ് ചോദ്യം ചോദിച്ചപ്പോൾ 174 114 ശുപാർശകളായി. അപ്പോഴേക്കും സ്പീക്കർ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു 174 അല്ലേ. അപ്പൊ ഈ വിധത്തിൽ കൺഫ്യൂഷൻസ്, ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലാണ് മന്ത്രിമാർ പെരുമാറുന്നത്. JV കോശി കമ്മീഷൻ ഇതുവരെ പുറത്ത് പ്രസിദ്ധീകരിച്ചിട്ടില്ല. അതുപോലെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. അതുപോലെ നിരവധി പ്രശ്നങ്ങളുടെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തലശ്ശേരിയിൽ നടന്ന ആ സമ്മേളനത്തിൽ അത്തരത്തിലൊരു പ്രതികരണം വന്യമൃഗ ശല്യത്തിന്റെ വിഷയമാണെങ്കിലും മുനമ്പത്തിന്റെ വിഷയമാണെങ്കിലും ഒക്കെ എല്ലാ വിഷയത്തിനും സർക്കാർ നിങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ്. കോൺഗ്രസിനെതിരെയും നിങ്ങൾ വിമർശനം ഉന്നയിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ വിമർശനങ്ങൾ നിൽക്കുമ്പോൾ പിന്നെയുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് BJP മാത്രമാണ് കേരളത്തിൽ. പക്ഷേ അത് സമ്മതിക്കാൻ സഭയ്ക്ക് കഴിയുന്നില്ല, അത് സഭ സമ്മതിക്കുന്നില്ല. പകരം ചില സൂചനകൾ നൽകുകയാണ്. ഞങ്ങൾക്കൊപ്പം നിൽക്കുന്നവരോടൊപ്പമായിരിക്കും എന്ന് പറയുമ്പോൾ പിന്നെ ഇവർ രണ്ടുപേരും ഒപ്പം നിൽക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. ആ ഒരു ആശയക്കുഴപ്പം എന്തിനാണ്? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഇത് പൊളിറ്റിക്സ് ആണ്. ഈ പൊളിറ്റിക്സിൽ നമ്മൾ കേരളം ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇടതുപക്ഷത്തോട് നമ്മളിത് ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷം എന്ന നിലയിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള ഒരു പ്രതികരണം നൽകാൻ പ്രതിപക്ഷ പാർട്ടികൾക്കും ബാധ്യതയുണ്ട്. ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. തീർച്ചയായിട്ടും ഗവൺമെന്റ് അതിന് പ്രതികരണം നടത്തണം. പ്രതിപക്ഷം എന്ന നിലയിൽ പ്രതിപക്ഷത്തിന് ഉത്തരവാദിത്വമുണ്ട് പ്രതികരണം നടത്താൻ. BJP കേന്ദ്രത്തിൽ ഭരിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ഇപ്പോൾ കേരളത്തിന്റെ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് സ്റ്റേറ്റ് ഗവൺമെന്റിനോടാണ്. ആ രീതിയിലാണ് നമ്മൾ സ്റ്റേറ്റ് ഗവൺമെന്റിനോട് ഈ കാര്യങ്ങൾ അത്രയും ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് ആ രീതിയിലാണ്. അപ്പൊ BJP വാസ്തവത്തിൽ ഈ മുനമ്പം വിഷയത്തിൽ മാത്രമാണ് BJP പിക്ചറിലേക്ക് വരുന്നത്. അതല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതും ആശയവിനിമയം നടത്തുന്നതും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷത്തോടും കേരളത്തിലെ പ്രതിപക്ഷമായ കോൺഗ്രസിനോടുമാണ്.